തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന കൂട്ടായ്മയ്ക്ക് തങ്ങൾ തയ്യാറില്ലെന്ന് വെളിവാക്കുന്ന നിലപാടാണ് സർവകക്ഷി യോഗത്തിലെ ബഹിഷ്കരണത്തിലൂടെ LDF പ്രകടമാക്കിയതെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ TCN ന്യൂസിനോട് പറഞ്ഞു. തൃക്കരിപ്പൂരിലെ റെയിൽവേ വികസന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, രാഷ്ട്രീയം കലർത്തിയും കൊണ്ട് ഇടതുപക്ഷ സംഘടനകൾ ആ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം തീർച്ചയായും തൃക്കരിപ്പൂരിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് തയ്യാറല്ല എന്ന് നൽകുന്ന ഒരു ഉദ്ദേശമാണ്. ഇന്ന് വിളിച്ചു ചേർക്കുന്ന ഈ യോഗം ഒരിക്കലും അത് പ്രോട്ടോകോൾ ലംഘനമല്ല. യഥാർത്ഥത്തിൽ തൃക്കരിപ്പൂരിൻ്റെ സർവ്വതോന്മുഖമായ വികസനം തീർച്ചയായിട്ടും പടിഞ്ഞാറൻ മേഖലയിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ ആളുകൾക്ക് തൃക്കരിപ്പൂരുമായി ബന്ധപ്പെടാൻ വേണ്ടി പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതിബദ്ധമാണ് ബീരിച്ചേരിയിലെയും അതുപോലെ തന്നെ ഈ വെള്ളാപ്പിലും ഉള്ള ഗേറ്റ്. ആ ഗേറ്റ് ഒഴിവാക്കിയും കൊണ്ട് ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും അവസാനം പ്രഖ്യാപിച്ച രാമവില്യം ഗേറ്റിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം പോലും നടത്തിയിട്ട് ഈ തൃക്കരിപ്പൂരിൻ്റെ കാതലായ ഈ 2 ഓവർബ്രിഡ്ജുകളുടെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ അതിനുവേണ്ടി ശക്തമായി സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുക എന്നുള്ള ലക്ഷ്യവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇടതുപക്ഷ കക്ഷികൾ വിട്ടുനിന്നത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ സർവകക്ഷി യോഗം പ്രോട്ടോകോൾ ലംഘനത്തിൽ പെടുന്നതല്ലെന്നറിഞ്ഞിട്ടും യോഗത്തിൽ നിന്ന് LDF കക്ഷികൾ വിട്ടുനിന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.